അജിത് കുമാറിനെതിരെ ഇന്ന് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി DGP ഷേഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് ഇന്നാണ് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തുക. അതേസമയം ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളിലും കഴമ്പില്ലെന്നുള്ളതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങൾ നൽകാനായി. അനന്തൻ, ഗുഡ് മോർണിംഗ്. കുറെ ആയിട്ട് കാത്തിരിപ്പാണ്. എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? എപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്നത് റിപ്പോർട്ട് വരട്ടെ, നിലപാടിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് വരികയാണ്. റിപ്പോർട്ട് വരുമ്പോൾ ഇന്ന് നടപടിക്കുള്ള സാധ്യത എത്രത്തോളമാണ് ഈ റിപ്പോർട്ടിലെ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്? അക്ഷയ, ഗുഡ് മോർണിംഗ്. കാത്തുകാത്തിരുന്ന് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. ഹോം സെക്രട്ടറിക്ക് നേരിട്ടാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്. ആ റിപ്പോർട്ടിലെ ചില വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSS നേതാക്കളെ ADGP സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ആ അന്വേഷണത്തിൽ ADGPക്ക് തൃപ്തികരമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ DGP എടുത്തു പറയുന്നത്. എന്തിനാണ് RSS നേതാക്കളെ കണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരണം ഇല്ല. അതേസമയം വ്യക്തിപരമായ കാരണത്താൽ പോയി എന്നുള്ളതാണ് വിശദീകരണം. പക്ഷേ അതിന് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് സംശയിക്കാവുന്ന രീതിയിലുള്ള ഉപാധികൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ സന്ദർശനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ മറച്ചുവെക്കാൻ എന്തോ ഉണ്ട് എന്നുള്ളതാണ് DGPയുടെ കണ്ടെത്തൽ. അതിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി DGP നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ വരും. അപ്പോൾ മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് ADGPക്കെതിരെ എടുക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ തന്നെ CPI അടക്കം ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഈ RSS ബന്ധത്തിൻ്റെ പേരിൽ മാറ്റണം എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായ തീരുമാനം, അല്ലെങ്കിൽ അത് CPI ഉന്നയിക്കുന്നതിന് അനുകൂലമായൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുമോ? ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റി നിർത്തുന്നതാകുമോ ആ നടപടി, അതോ അതിനപ്പുറം മറ്റു ചില നടപടികളിലേക്ക് സർക്കാർ പോകുമോ എന്നൊക്കെയുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ PV അൻവർ MLA ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ വലിയ ഗുരുതരമായ കണ്ടെത്തലുകളൊന്നുമില്ല. PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും തെളിവില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. മൊഴി നൽകുന്ന വേളയിൽ പോലും ആരോപണങ്ങളല്ലാതെ അതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും തെളിവുകളോ വിശദാംശങ്ങളോ നൽകാൻ PV അൻവർ MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള അധോലോക ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ ADGP ഏതാണ്ട് സുരക്ഷിതനാണ് ഈ അന്വേഷണത്തിൽ. അതിനൊപ്പം തന്നെ മാമി തിരോധാന കേസും ഒപ്പം മറ്റൊരു കൊലപാതക കേസും മലപ്പുറത്തെ ആരോപണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ ഈ 2 കേസുകളിലും പ്രാദേശിക തലത്തിലുള്ള അല്ലെങ്കിൽ ആദ്യഘട്ട അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ പോലീസിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായ പരിശോധന അതിൽ ആവശ്യമാണ്. അതേസമയം ഈ 2 കേസുകളിലും ADGP MR അജിത് കുമാറിന് കാര്യമായ പങ്കില്ല എന്നുമാണ് DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഏതായാലും ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച് കാര്യമായ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ ഗൗരവമുള്ള ആരോപണങ്ങളായിരുന്നെങ്കിലും അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായിരിക്കും ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാവുക. മറ്റ് കേസുകളിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എന്ത് നടപടിയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം ഇനി വരും മണിക്കൂറുകളിൽ അറിയാനുണ്ട്. അക്ഷയ.